സ്കാൽപ്പിംഗ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്റെ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് കിട്ടിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ നോർമലി എങ്ങനെയാണോ ട്രേഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം രീതിയിൽ സെയിം പെയറിലേക്ക് വന്നിട്ട് നീ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന്റെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയാസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഫസ്റ്റ് വൺ, ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് ഈസി ആണോ ഹാർഡ് ആണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. സെക്കൻഡ് വൺ, ഞാൻ ഇപ്പൊ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ട്രേഡ്സി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ ഒരുപാട് എക്സ്പ്ലോറേഷൻ ഇതിൽ വന്ന് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗോൾഡിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കാൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോർമൽ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് ട്രേഡുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ വോളിയം, ലോ വോളിയം ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലോസിലാണ് ഈ ഒരു അക്കൗണ്ട് ഉള്ളത്. ഞാൻ ഇതിന്റെ ബാലൻസോ കാര്യങ്ങളോ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത്യാവശ്യം നെഗറ്റീവിലാണ് അക്കൗണ്ട് ഉള്ളത്. കുറെ കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ട്രേഡ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഫീച്ചറും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയേഴ്സ് ആൻഡ് ലോസേഴ്സിനെ കുറിച്ച് ഞാൻ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാവും. കൂടുതലും ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ലോസേഴ്സ്, എന്താണ് ഇതിന്റെ ഫ്യൂച്ചേഴ്സിന്റെ നെയിം കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാവും. ഏത് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ആണ് ചൂസ് ചെയ്യേണ്ടത്, വളരെ സിമ്പിൾ ആണ്, ഓവർ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നെക്സ്റ്റ് ഫോർത്ത് ആയിട്ട് വരുന്നുണ്ടാകുക നമ്മൾ ആ ഒരു റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് വളരെ ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഐഡിയാസ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ടാവുക. ഓക്കെ. ഇതിൽ ഞാൻ ഏതൊക്കെ കറൻസി പെയർ ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്, ഞാനിപ്പോ ഇനി അങ്ങോട്ടേക്ക് ഏത് കറൻസി പെയറിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ടാവും. ഓക്കെ. ഇവിടെ വരുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് തിങ് തന്നെ മനസ്സിലാക്കാം, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഹാർഡ് ആണോ ഈസി ആണോ എന്നുള്ളതാണ് ആ ഒരു കാര്യം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമലി CFD ഇങ്ങോട്ട് വരുന്ന സമയത്ത് അക്കൗണ്ട് സൈസിന്റെയും ഫീസിന്റെയും കാര്യം ഡിസ്കഷൻ ചെയ്യാനുണ്ട്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോ ഇവിടെ ബൈ ചെയ്തിട്ടുള്ള അക്കൗണ്ട് 50K ഒരു ഇവാലുവേഷൻ ഫേസ് ആണ്. ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു അക്കൗണ്ട് ഇവാലുവേഷൻ ഫ്ലെക്സ്, ലൂസിഡ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് 50% ഡിസ്കൗണ്ടിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്കൊരു ആവറേജ് ഒരു $80, $70 അല്ലെങ്കിൽ $90 എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് ഒരു $70 പേ ചെയ്തിട്ടാണ് അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന് ഡ്രോ ഡൗൺ കിട്ടുന്നുണ്ടാകുക, ഓവറോൾ ഡ്രോ ഡൗൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക ഈ ഒരു 50,000 അക്കൗണ്ടില് 2000 ആണ് നമുക്ക് ഓവറോൾ ഡ്രോ ഡൗൺ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. നമുക്ക് ടാർഗറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് 3000 ആണ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് ആയിട്ട് കാണുന്നുണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് വൺ ഫേസ് ആണ് വരുന്നുണ്ട്. ഈ ഒരു വൺ ഫേസ് നമ്മൾ ക്ലിയർ ചെയ്യലാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡ്രോ ഡൗണിനെക്കാട്ടി കൂടുതൽ നമ്മൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വൺ ഫേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, അതായത് 50K 3000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 6% ആണ് നമുക്ക് ഈ ഒരു ലെവൽ ഉണ്ടാക്കേണ്ടത്. 4% ആണ് ഓവറോൾ ഡ്രോ ഡൗൺ. ഇത് നമുക്ക് ക്ലിയർ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു 100 സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് തിങ് എനിക്ക് ഇവിടെ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ കണക്ട് ചെയ്തിട്ട് ഒറ്റ അക്കൗണ്ടിൽ തന്നെ ട്രേഡ് എടുത്താൽ മതി, ബാക്കി എല്ലാത്തിലും കണക്റ്റഡ് ആകുന്നുണ്ടാവും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. അതിനി വരുന്ന ദിവസങ്ങൾ ഞാൻ എന്തായാലും വേറെയും അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ട്രൈ ഔട്ട്, ഇത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൊരു ഐഡിയയിൽ പർച്ചേസ് ചെയ്ത ഒരു അക്കൗണ്ട് ആണ്. അതേപോലെ നമ്മൾ കൊടുക്കുന്ന പൈസ ബേസ് ചെയ്ത് നോക്കലാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഡ്രോ ഡൗൺ ബേസ് ചെയ്ത് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോസ്റ്റിലാണ് ഈ ഒരു അക്കൗണ്ടും കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രോ ഡൗണും അടിപൊളിയാണ്. അത് വേർത്ത് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ വേസ്റ്റ് ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഫ്യൂച്ചേഴ്സിലേക്ക് വരുത്താണെങ്കിൽ ഓവർ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് അക്കൗണ്ട് പർച്ചേസിലാണെങ്കിൽ ചീപ്പായിട്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് നമ്മളൊരു 10K അക്കൗണ്ട് എല്ലാം പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റിലാണ് നമുക്ക് ഇവിടെ 2000 ഡ്രോ ഡൗണിൽ നല്ല ലിവറേജ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള സ്പ്രെഡും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓൾമോസ്റ്റ് സ്പ്രെഡ് ഇല്ല എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം എക്സാമ്പിൾസ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയ നമുക്ക് ആ ഒരു കമ്മീഷൻസ് എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. യൂറോയുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്ത സമയത്ത് അത്യാവശ്യം ഒരു
പെർ മൈക്രോ കോൺട്രാക്റ്റിന് ഒരു ഫീസ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ GCയുടെ ഈ ഒരു ഗോൾഡിന്റെ പെയർ ട്രേഡ് ചെയ്ത സമയത്തും പെയറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ലോട്ട് സൈസും പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, അതിന് എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നുണ്ടാവും, വളരെ ഈസി ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ടാവും. അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ CFD-നെക്കാട്ടിയും ബെറ്റർ ആണ് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ നെഗറ്റീവ് ഫാക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലേക്ക് ഞാൻ നോക്കാനുള്ള മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇതുവരെ പേപ്പർ റിജക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നോർമലി CFD-ന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ആ രീതിയിലുള്ള ഹയർ ലെവലിലേക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിജക്ഷൻസും കാര്യങ്ങളും അൺവാണ്ടഡ് ആയിട്ടുള്ള റിജക്ഷൻസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേ ഔട്ട് റിജക്ഷൻസ് വളരെ വളരെ കുറവാണ്. ക്ലീൻ ആയിട്ടുള്ള പേ ഔട്ടും കാര്യങ്ങളെല്ലാം അവർ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് CFD-നെ അപേക്ഷിച്ചിട്ട് ഫ്യൂച്ചേഴ്സ് അടിപൊളിയാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഏറ്റവും നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് EOD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ട്, നിങ്ങളുടെ ഈ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വൈപ്പ് ഔട്ട് ആക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് ഞാനിപ്പോ എന്റെ ബാലൻസ് ഉള്ളത് 50,000-ലാണ്. എന്റെ ഓവറോൾ ഡ്രോ ഡൗൺ ഉള്ളത് 48,000-ലാണ്. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാനിപ്പോ ഒരു 500 അല്ലെങ്കിൽ 1000 എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഇക്വിറ്റി കർവ് അപ്സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു EOD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഡ്രോഡേൺ ടൈപ്പ് ആണ്. ഓക്കെ, നോർമലി നമുക്ക് അക്കൗണ്ടിലെല്ലാം CFD-യില് സ്റ്റാറ്റിക് ഡ്രോഡൗൺ ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താണ് സ്റ്റാറ്റിക് ഡ്രോഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നോർമലി എന്റെ അക്കൗണ്ട് ഉള്ളത് 10,000 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 10,500 തന്നെ ആയിരിക്കും ലോക്ക് ആയിട്ട് എന്റെ ഓവറോൾ ഡ്രോഡൗൺ നിൽക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ 9,000 തന്നെ ആയിരിക്കും എന്റെ ഓവറോൾ ഡ്രോഡൗൺ അവിടെ കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടുത്തെ മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നുണ്ടാവില്ല. പക്ഷെ EOD എൻഡ് ഓഫ് ദ ഡേ ഡ്രോഡൗൺ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസം പ്രോഫിറ്റ് മേക്ക് ചെയ്ത് ഹയർ ലെവലിൽ ബാലൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമ്മളെ താഴെയുള്ള ഡ്രോഡൗൺ ഓവറോൾ ആയിട്ടുള്ള ഡ്രോഡൗൺ അപ്സൈഡിലേക്ക് ട്രെയിൽ ആവുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ 500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, 500 USD പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഡേ നമ്മുടെ ആ ഒരു ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓവറോൾ ആയിട്ടുള്ള ഡ്രോഡൗൺ അപ്സൈഡിലേക്ക് ഇപ്പൊ 48,000 ഉള്ളത് 48,500-ലേക്ക് ട്രെയിൽ ആവുന്നുണ്ടാവും. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഒരു ഡ്രോഡൗൺ കയറി കയറി വരുന്നുണ്ട്. ഇവിടെയുള്ള കുഴപ്പം നമ്മൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് കുഴപ്പമില്ല. പെട്ടെന്ന് ഒരു ലൂസിംഗ് സ്ട്രീക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു EOD ടാപ്പ് ചെയ്യാണ്ട് നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആകാനുള്ള ചാൻസസുകൾ ഉണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി റിസ്ക് മാനേജ്മെന്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിന്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡെയിലി ഡ്രോഡൗൺ കാണുന്നില്ല. ഓവറോൾ ആയിട്ട് ഡ്രോഡൗണേ ഉള്ളൂ, ആ ഒരു 4%. അതേപോലെ തന്നെ ഡെയിലി ഡ്രോഡൗൺ ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും അഗ്രസീവ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. ഒരു 1,500 USD പ്രോഫിറ്റ് ഉണ്ടാക്കി നെക്സ്റ്റ് ഡേയിൽ അതേപോലെ തന്നെ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1,500 പ്രോഫിറ്റ് ഉണ്ടാക്കി 1,500 ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആവുന്നുണ്ടാവും. അപ്പൊ EOD-യെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബാലൻസ് എവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഡ്രോഡൗൺ ഇല്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ വൈപ്പ് ഔട്ട് ആക്കുന്നുണ്ടാവും. കണ്ടിന്യൂസ്ലി ലൂസിംഗ് ആയിട്ട് ക്രിയേറ്റ് ആകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ലൂസിംഗ് സ്ട്രീക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് അടിച്ച് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺസിസ്റ്റൻസി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൺസിസ്റ്റൻസി 50% വരുന്നത്. പ്രോഫിറ്റിന്റെ മുകളിലാണ്. ഇവിടെ നമുക്ക് ടാർഗറ്റ് ആയിട്ടുള്ളത് 3,000 ആണ് അല്ലെ. 3,000 നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ 50%, 50% കൺസിസ്റ്റൻസി ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പകുതി ആയിട്ടുള്ള $1,500 നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. 1,500 കൂടുതൽ ഉണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റൂലേ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ മോർ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ദിവസം $1,500 കൂടുതൽ നിങ്ങൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാതെ ഇരുന്നാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതേപോലെ തന്നെ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് അവിടെ അടിച്ചു പോകും. ഇവിടെ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഉള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ചെറിയ ചെറിയ ലോസുകൾ വന്നാലും കുഴപ്പമില്ല. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കലാണെന്നുണ്ടെങ്കിൽ FAQ-ലേക്ക് പോയിട്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള FAQ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ ഒരു EOD ആണ് കൂടുതൽ സമയവും നമ്മളെ ചതിക്കാറുള്ളത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ഓക്കെ. അപ്പോ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഈസി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആണ്. അത് പ്രോപ്പർ വേയിൽ ട്രേഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അത്യാവശ്യം നല്ലൊരു ട്രോളോൺ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു $1500 ഞാൻ ലോസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാണ് എന്റെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടൊന്നല്ല ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡിലും യുയിലും എല്ലാം പോയിട്ട് ഞാൻ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാൽപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹയർ ലോട്ട് സൈസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ആയിട്ട് അല്ലാത്ത എന്റെ ടൈം അല്ലാതെ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഗാംബ്ലിംഗ് എന്നുള്ള രീതിയിൽ പാസ് ചെയ്യാന്നുള്ള രീതിയിലല്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, അത്യാവശ്യം റിസ്ക്കും കാര്യങ്ങളെല്ലാം എടുത്തിട്ടായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇത് പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ, അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇൻ കേസ് ബ്രീച്ച് ആവോ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. വരുന്ന ദിവസങ്ങളിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നതും പേ ഔട്ട് എടുക്കുന്നതും ഞാൻ ഇൻഷാല്ലാ എന്തായാലും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കോപ്പി ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഫ്യൂച്ചേഴ്സിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ട്രേഡിംഗ് എന്നുള്ള ഒരു ഫീച്ചർ എല്ലാ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗും അലോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൂസിഡിൽ മാത്രമല്ല, ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു അക്കൗണ്ട് മേജർ അക്കൗണ്ട് ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള അക്കൗണ്ടുകളെല്ലാം നമ്മളൊരു കോപ്പി ട്രേഡിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്യൂച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത്. നെക്സ്റ്റ് തിങ്, നമുക്ക് ഫ്യൂച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈസി ആണ്. നമുക്ക് CFD കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. സ്പ്രെഡും കാര്യങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം ബേസ് ചെയ്ത് നോക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ EOD ആണ് നമ്മളെ ചതിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ. നെക്സ്റ്റ് തിങ് ഉള്ളത് നമുക്ക് ട്രേഡ്സി പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. വരുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ട് ഐഡിയ ഇല്ല എങ്ങനെ ട്രേഡ് പ്ലേസ് ചെയ്യാം. ലോട്ട് സൈസിന്റെ ഐഡിയാസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ്, ഇവിടെ സ്കാൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഓർഡേഴ്സിന്റെ ഏരിയാസിലേക്ക് പോയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് എല്ലാം പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ഏരിയാസിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിമിറ്റ് ഓർഡേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ ലോട്ട് സൈസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് പൊസിഷൻസിന്റെ ക്ലോസ് ചെയ്യേണ്ടതും റിവേഴ്സ് ചെയ്യേണ്ടതെല്ലാം ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇവിടെ ലോട്ട് സൈസ് പ്ലസ് ആൻഡ് മൈനസ് ചെയ്തിട്ട് ലോട്ട് സൈസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്ത് ഇവിടുന്ന് ബൈ ആൻഡ് സെല്ലിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ബൈ ആൻഡ് സെല്ലിൽ കൊടുക്കാം. അപ്പൊ മെയിൻ തിങ് എന്ന് വെച്ചാൽ റിസ്ക് മാനേജ്മെന്റ് ആണ്. അവിടേക്ക് വരട്ടെ, അവിടേക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെയിലി ഡ്രോ ഡൗൺ ഇല്ല. പക്ഷെ നമുക്ക് ഒരു ഡെയിലി ഡ്രോ ഡൗൺ ഫിക്സ് ചെയ്തുകൊണ്ട് ആ ഒരു ഡെയിലി ഡ്രോ ഡൗൺ എത്തുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് ലോക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ലോസിനും കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആകുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഈ ഒരു ഏരിയാസിൽ നമുക്കൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റിസ്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയാസിൽ വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഡെയിലി ലോസ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ലിക്വിഡേറ്റ് ഉണ്ട്, അതായത് നമ്മുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്ത് മാറുന്ന ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ മാക്സിമം എത്ര പ്രോഫിറ്റ് ആവുന്ന സമയത്ത് കട്ട് ചെയ്യണം, ലോക്ക് ആക്കണം എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 500 ആണ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് ആ ഒരു ദിവസം $500 ലോസ് ആയ സമയത്ത് എന്റെ എല്ലാ പൊസിഷൻസും ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയി മാറുന്നുണ്ടാവും. എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നുണ്ടാവും. എന്താണ് ആ ഒരു ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആയി പോകുന്നില്ല, നമ്മുടെ തന്നെ നമുക്കൊരു ഡ്രോ ഡൗൺ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും, പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് ആർക്കാണ് ഉപകാരപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാല്, കുറെ ആൾക്കാർ ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവര് ഫസ്റ്റ് തന്നെ വന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ വരിക, നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ ഒരു റിസ്ക് ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു പേഴ്സണൽ ഡെയിലി ലോസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ടാർഗറ്റ് ഞാൻ 1500 സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു രീതിയിലാണ് കൺസിസ്റ്റൻസിയും കാര്യങ്ങളും വേണ്ടത്. അതുകൊണ്ടാണ് 1500 എന്നുള്ള രീതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി ഡ്രോ ഡൗണും അതേപോലെ തന്നെ ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റും ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാ പൊസിഷൻസും കട്ട് ഓഫ് ആയി മാറുന്ന കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലിക്വിഡേറ്റ് ആവുന്നുണ്ടാവും നമ്മുടെ പൊസിഷൻസ്, കട്ട് ചെയ്ത് മാറുന്നുണ്ടാവും, നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നുണ്ടാവും, നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ ട്രേഡ് എടുത്ത സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാളി പോയിട്ടുണ്ട്, ലോസിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് പ്രോഫിറ്റ് പോകുന്ന സമയത്ത് ഞാൻ റിവേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്റെ പൊസിഷൻസ് മാനേജ് ചെയ്യുന്ന സമയത്ത്. ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം ബൈ എടുത്ത സമയത്ത് അപ്സൈഡിലേക്ക് പോയി റിവേഴ്സ് കൊടുത്ത സമയത്ത് എന്റെ ഓൾറെഡി ഉള്ള പ്രോഫിറ്റ് ഉള്ള പൊസിഷൻസ് കട്ട് ഓഫ് ആയിട്ട് ഇവിടെ പുതിയൊരു സെല്ലിംഗ് പൊസിഷൻസ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ടുണ്ട് സെയിം ലോട്ട് സൈസിൽ. അതായത് ഇവിടെ നമുക്ക് റിവേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി
എങ്ങനെയാണോ പൊസിഷൻ പോകുന്നത് അത് കട്ട് ഓഫ് ആയിട്ട് നേരെ ഓപ്പോസിറ്റ്, ഇപ്പം ബൈ ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ സെൽ ട്രേഡ് അവിടെ ഓപ്പൺ ആകുന്നുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ക്ലിയർ? ഇനി നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പെയർ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു പെയർ ആൻഡ് ലോട്ട് സൈസ് എന്നുള്ള ആ ഒരു സെക്ഷനിലേക്ക്, മൂന്നാമതായിട്ടുള്ള ഏരിയാസിലേക്ക് വരാം. ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, എങ്കിലും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെയിലി ഡ്രോഡൗണിന്റെ കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്കാൽപ്പ് ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ലോഡ് സൈസും കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ എക്സിക്യൂഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പം ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസും ടി പി എല്ലാം കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈലി നല്ല പോർഷൻസും കാര്യങ്ങളും എടുത്തു. ഞാൻ ട്രൈ നോക്കിയിട്ടുണ്ട്, പ്രോഫിറ്റും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ ലോസും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോൾഡിലേക്കും പോയിട്ട് നോക്കിയിട്ടുണ്ട്, യൂറോയിലേക്കും പോയി നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെയർ ആൻഡ് ലോഡ് സൈസ് എന്നുള്ള സെഷനിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് ഗോൾഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നിട്ട് ഗോൾഡ് എന്ന് പറഞ്ഞ ടൈപ്പ് XAUUSD എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നമുക്ക് ഈ ഒരു ഏരിയാസിൽ GC എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ വരിക, GC എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഒന്ന് MGC, പിന്നെ ഒന്ന് GC. GC എന്ന് വെച്ച് ഇത്രയേ ഉള്ളൂ, ഫുൾ കോൺട്രാക്ട് ആണ്, ഹെവി ലോട്ടാണ് അവിടെ വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ലോട്ട് അല്ല, ഇവിടെ ലോട്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ ലോട്ട് അല്ല, കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഒരു പോയിന്റ് മൂവ്മെന്റം വരുന്ന സമയത്ത് നോർമലി നമ്മൾ അവിടെ പോലെ തന്നെ ലോട്ട് ബേസ് ചെയ്ത പോലെ തന്നെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോൺട്രാക്ട് ആയിരിക്കും ഫ്യൂച്ചേഴ്സിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക, ലോട്ട് അല്ല. അത് ലോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും. പിന്നെ MGC ആണ് ഈ ഒരു ഫുൾ കോൺട്രാക്ടിന്റെ ഒരു സ്മോളർ വേർഷൻ ആണ്, ഒരു മൈക്രോ വേർഷൻ ആണ് MGC. ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ്, ലോഡ് സൈസ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് MGCയിലാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് GCയിലേക്ക് പോയിട്ട് ഒരു പോയിന്റ് മാറുന്ന സമയത്ത്, ഇപ്പൊ 4000 ഉള്ള സമയത്ത് 4001ലേക്ക് പോക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രിയേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഉള്ള ബേസിൽ ഒരു 4000ത്തിലാണ് നമ്മുടെ പ്രൈസ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു 4000 പ്രൈസ് അപ്സൈഡിലേക്ക് ഒരു പോയിന്റ് മൊമെന്റം വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക ഓൾമോസ്റ്റ് GCയിലാണ് ഫുൾ കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ $100 പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ടാവും. അതായത് അപ്സൈഡിലേക്ക് ഒരു പോയിന്റ് പോയിട്ടുണ്ടെങ്കിൽ $100 പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. 4000 നിന്ന് 4001ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ $100 പ്രോഫിറ്റ്. താഴോട്ടേക്ക് ആണെന്നുണ്ടെങ്കിലോ $100 മൈനസ് ആയിട്ടായിരിക്കും നമ്മൾ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടാകുക. സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ $100 നമുക്ക് പ്രോഫിറ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാകുക. വളരെ സിമ്പിൾ ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കുറച്ച് ഹയർ രീതിയിലുള്ള പോർഷൻസ് ആയിരിക്കും ഇവിടെ കാണുന്നുണ്ടാകുക. നേരെ മറിച്ച് നിങ്ങൾ MGCയിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആണ്. 4000 എന്നുള്ള പ്രൈസ് അപ്സൈഡിലേക്ക് ഒരു പോയിന്റ് മൊമെന്റം വരുത്താണെന്നുണ്ടെങ്കിൽ എത്രയാണ്, $10 ആയിരിക്കും നമുക്ക് അവിടെ. $10 ആണ് നമുക്ക് അവിടെ എന്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്, ആ ഒരു ഫ്ലക്ച്വേഷൻ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഒരു പോയിന്റ് വ്യത്യാസം വരുന്ന സമയത്ത്, നോർമലി ഒരു പോയിന്റ് വ്യത്യാസത്തിൽ എത്ര പിപ്പ് ഉണ്ടാവും, നമ്മുടെ ആ ഒരു CFD ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് 10 പിപ്പ് ആയിരിക്കും വരുന്നുണ്ടാകുക. ഇവിടെ ടിക്ക് എന്നാണ് പറയാ, പിപ്പ് എന്നല്ല പറയാം. അപ്പൊ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാര്യം ലോട്ട് സൈസിന്റെ കാര്യങ്ങൾ എത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോഴുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നുണ്ടാവും. പക്ഷെ ഇത് ബേസിക് ആയിട്ട് ഒന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് MGCയിൽ ഒരു പോയിന്റ്, മൈക്രോ കോൺട്രാക്റ്റിൽ നമുക്ക് ഒരു പോയിന്റ് മാറുന്ന സമയത്ത് $10 ആയിരിക്കും. അപ്പോൾ ഇത് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മൈക്രോയിലാണ് കുറച്ചും കൂടി പൊസിഷൻസും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക MGC ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്രോ ഗോൾഡ് MGC ചൂസ് ചെയ്യാൻ നല്ലതുണ്ടാകുക. ഓക്കെ, ഇനി ഇവിടെ കമ്മീഷൻസ് വരുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കമ്മീഷൻസ്, ഒരു 1.5 എന്നുള്ള രീതിയിൽ ഒരു ലോട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് കമ്മീഷൻസ് കാണിക്കുന്നുണ്ടാവും. CFD അപേക്ഷിച്ച് നോക്കുന്നത് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്, ബെറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ നാസ്ഡാക്കും കാര്യങ്ങളെല്ലാം ട്രേഡ് ചെയ്യുന്നുണ്ടാവും. ഫ്യൂച്ചേഴ്സ് ഇൻഡെക്സുകളിലെല്ലാം ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കൂടുതൽ ആൾക്കാർ അവിടെയാണ് ട്രേഡ് ചെയ്യാറുള്ളത്, ഫ്യൂച്ചേഴ്സിലേക്ക് വന്നിട്ടാകുമ്പോൾ. ഞാൻ ഇവിടെ ട്രൈ നോക്കിയിട്ടുള്ളത് നമ്മുടെ CFDയിലെ പോലെ തന്നെ കറൻസീസിന്റെ ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഞാൻ ഗോൾഡിനാണ് വന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. നെഗറ്റീവ് സ്കാൽപ്പിംഗ് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ബെറ്റർ ആയിട്ട് ഗോൾഡിൽ തോന്നിയിട്ടുണ്ട്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഷുവർ ആയിട്ട് ഒന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ക്ലീൻ ആയിട്ടുള്ള പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി യൂറോയിലേക്ക്, ഞാൻ യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഗോൾഡിലെല്ലാം ട്രേഡ് ചെയ്തതിന് ശേഷമാണ്
നമ്മുടെ ആ ഒരു യുയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. യുടെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ USD ആണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെയർ ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് യൂറോയുടെ ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. യൂറോയിൽ നമ്മൾ പറയുന്നുണ്ടാവുക 6E എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. നേരത്തെ ഗോൾഡിന്റെ പറഞ്ഞ പോലെ തന്നെ മേജർ കോൺട്രാക്റ്റിനെ 6E എന്ന് പറഞ്ഞിട്ടും മൈനർ കോൺട്രാക്റ്റിനെ മൈക്രോ കോൺട്രാക്റ്റിനെ നമ്മൾ എന്താണ് പറയുന്നുണ്ടാവുക, M6E എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇവിടെയാണ് നമുക്ക് ബെറ്റർ ആയിട്ട് ആ ഒരു പൊസിഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് 5 മിനിറ്റ്സിന്റെ ചാർട്ട് ആണ്, 1 മിനിറ്റിന്റെ അല്ല. ഇവിടെ നമുക്ക് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് തീരെ വോളി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 6E ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 6Eയിൽ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വോളിയം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്യൂച്ചേഴ്സിൽ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാന്നുള്ളത്. എനിക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ബേസും കാര്യങ്ങളെല്ലാം ഈ ഒരു അക്കൗണ്ട് ബേസ് ചെയ്തിട്ട് കുറെ നോളജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ ഞാൻ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റിൽ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഏരിയാസിലേക്ക് വരാം. നിങ്ങൾക്ക് ട്രൈ നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ക്ലാസ്സസിന്റെ എല്ലാം അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി 6Eയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു പിപ്പ് എന്ന് എടുക്കാം. ഇവിടെ ടിക്ക് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ബട്ട് ഒരു പിപ്പ് മൊമെന്റം ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പിപ്പ് ഒരു മൊമെന്റം വരുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് 12 USD ആയിരിക്കും മൊമെന്റം കാണിക്കുന്നുണ്ടാകുക. അതായത് ഒരു പിപ്പ് ഒരു പോയിന്റ് മൊമെന്റം വരുന്ന സമയത്ത് നമുക്ക് 12 USD ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ബൈ ആണെന്നുണ്ടെങ്കിൽ 12 USD മുകളിലോട്ട് പോകുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാവും. സെൽ ആണെന്നുണ്ടെങ്കിൽ 12 USD താഴോട്ട് പോകുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാവും. ഒരു 12 USDയുടെ പ്രോഫിറ്റ് ലോസ് ഫ്ലക്ച്വേഷൻ ആയിരിക്കും നമുക്ക് ഒരു ലോട്ട് എടുത്തിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതേപോലെ തന്നെ 0.5 പിപ്പ് അങ്ങനെയൊന്നും വരുന്നില്ല. ഇവിടെ റൗണ്ടഡ് ആയിട്ട് 1, 2, 3, 4 അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാകുക. 0.5 അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. 1 ലോട്ട്, 2 ലോട്ട്, 3 ലോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാകുക. അപ്പൊ കുറച്ച് നമ്മൾ എടുക്കുന്ന പൊസിഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോസസിന്റെയും പ്രോഫിറ്റിന്റെയും എല്ലാം വ്യത്യാസം വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു മൈനർ ആയിട്ടുള്ള ഒരു ട്രേഡ് എടുക്കലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടി അധികം ഡ്രോ ഡൗൺ വരാനുള്ള ചാൻസസുകൾ ഉണ്ട്. അത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബേസിക് ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പെയറുകൾ മനസ്സിലാക്കിയിട്ട് GC ട്രേഡ് ചെയ്യാം, യൂറോ ട്രേഡ് ചെയ്യാം. എക്സിക്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു ചാർട്ട് അനാലിസ് ചെയ്യാനായിരുന്നു യൂറോയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പിന്നീട് ചെയ്തിട്ടുള്ളത് അല്ലാതെ വന്ന് കുറെ കാര്യങ്ങൾ ട്രൈ നോക്കി. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ട്രേഡിംഗ് വ്യൂ തന്നെ അനാലിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ചിട്ട് നമുക്ക് GCയിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ GCയിൽ സെയിം, അതായത് നമ്മുടെ ആ ഒരു ട്രേഡിംഗ് വ്യൂവിലുള്ള സെയിം ഫ്ലക്ച്വേഷൻ തന്നെയാണ് ഇവിടെയും. ആ ഒരു സെയിം ചാർട്ടിനെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ഇവിടെ അനാലിസ് ചെയ്തിട്ട് ഇവിടെ ട്രേഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു റിസ്ക് മാനേജ്മെന്റും കാര്യങ്ങളും കറക്റ്റ് ആക്കാന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഫീച്ചർ ഉള്ളത് വെച്ചാൽ ഓൾമോസ്റ്റ് ട്രേഡിംഗ് വ്യൂവിലെല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് പോർഷൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് പോർഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും വളരെ ക്ലീൻ ആയിട്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയാസിൽ ഓർഡേഴ്സും ഈ ഒരു സ്കാൽപ്പിന്റെ എല്ലാം ടൂൾ ബേസ് ചെയ്തിട്ട് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയാസിലേക്ക് വന്ന് പ്രൈസ് ബൈ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഏരിയാസിലേക്ക് പ്രൈസ് വീണ്ടും വരുത്താണ്. ഇവിടെ എനിക്ക് ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡേഴ്സിന്റെ ഏരിയാസിലേക്ക് പോവാം, ലിമിറ്റ് എടുക്കാം, ആ ഒരു കറന്റ് പ്രൈസ് ഇവിടെ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, SL വെക്കാം, TP വെക്കാം, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ ആ ഒരു വരുന്ന സമയത്ത് പ്ലേസ് ചെയ്യാം. ഇവിടെ ആ ഒരു ലോഡ് സൈസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇവിടുന്ന് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കാൽപ്പിന്റെ ഓപ്ഷൻസ് പോയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ടൂൾസിന്റെ ഏരിയാസിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ലോങ് പോർഷൻ, ഷോർട്ട് പോർഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും, വളരെ സ്പീഡായിട്ട്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് GCയിൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയാസിലാണ് നമ്മൾ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അവിടെ വെക്കുക. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വെക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഈ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ബൈ പോർഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഷോർട്ട് പോർഷൻ ഉണ്ടെങ്കിൽ സെൽ പോർഷൻ എടുക്കാനാണ്. ഓക്കെ, രണ്ടും കാണിച്ചുതരാം. ഇപ്പൊ ലോങ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കാൻ വേണ്ടി ആ ഒരു കാര്യം സെറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ഏരിയാസ് എൻട്രി എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് നോക്കുക. ഈ റെഡ് ഏരിയ സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ ആണ്, അത് എവിടെ വെക്കണം എന്ന് തീരുമാനിക്കാം. ടാർഗറ്റ് എവിടെ വെക്കണം എന്ന് തീരുമാനിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയാസിൽ നമുക്ക് ഓൾമോസ്റ്റ് എത്ര പോയിന്റ് ആണ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക.
ക്രിയേറ്റ് എ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് 4087.50 70 ആ റേഞ്ച് കാണുന്നുണ്ടാവും. എക്സാക്ട് എവിടെയാണോ വരുന്നത് അവിടുത്തെ പ്രൈസ് ഇവിടെ കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രോഫിറ്റിലേക്ക് പോകുന്ന ടിക്ക്, ആ ഒരു പ്രൈസ്, സ്റ്റോപ്പ് ലോസ്, ആ ഒരു പ്രൈസ് ടിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ടേക്ക് പ്രോഫിറ്റിന്റെയും സ്റ്റോപ്പ് ലോസിന്റെ എല്ലാം പ്രൈസും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ ടിക്ക് വാല്യൂ കാണിക്കേണ്ട എല്ലാം കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് റിസ്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിൽ ഞാൻ ഒരു 200 USD ആണ് റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 200 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂണിറ്റ് അവിടെ തീരുമാനിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ എനിക്ക് 400 ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിറ്റ് തീരുമാനിക്കുന്നുണ്ടാവും. 1000 ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിറ്റ് തീരുമാനിക്കുന്നുണ്ടാവും. അപ്പൊ അതിനുശേഷം ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് സാറ്റർഡേ ആണ്, മാർക്കറ്റ് ക്ലോസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓർഡർ പ്ലേസ് ആണെന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എല്ലാം വരുന്നുണ്ടാവും. ഇനിയിപ്പോ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലോങ് പോർഷൻ എടുത്തതിന് പകരം ഷോർട്ട് പോർഷൻ എടുക്കുക. എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ഓർഡർ അവിടെ വെക്കുക. അതിനുശേഷം ആ ഒരു ഓർഡറിന്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. TP സെറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ക്രിയേറ്റ് എ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ സെല്ല് കാണിക്കുന്നുണ്ടാവും. അവിടെ നമുക്ക് മാർക്കറ്റ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ഉണ്ട്, ഇത് എന്തായിരിക്കും അറിയായിരിക്കും. സ്റ്റോപ്പ് ഓർഡർ എന്താണ്, ലിമിറ്റ് ഓർഡർ എന്താണ്, മാർക്കറ്റ് ഓർഡർ എന്താണ്, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾമോസ്റ്റ് ആ ഒരു സീരീസിലെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർഡർ ടൈപ്പിനെ കുറിച്ചിട്ടെല്ലാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ലോഡ് സൈസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു റിസ്ക് മാനേജ്മെന്റിന്റെ കേസില് ഇവിടെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ലോഡ് സൈസ് ആയിരിക്കും വരുന്നുണ്ടാകുക. 0.5 0.1 അങ്ങനെയൊന്നും ഇല്ല. 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയായിരിക്കും ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് എക്സാക്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്ത പോലുള്ള ലോസുകളല്ല, കുറച്ച് അധികമോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറവല്ലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റൗണ്ടഡ് ആയിട്ടുള്ള ഫിഗറുകളിലാണ് നമുക്ക് ആ ഒരു കോൺട്രാക്ട് സൈസ് കാണുന്നുണ്ട്, ആ ലോഡ് സൈസ് കാണുന്നുണ്ടാകുക. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് എക്സിക്യൂഷൻസ് ഗോൾഡിലേക്കെല്ലാം വന്നാൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. യൂറോയിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി എന്താണ് കാണാൻ വേണ്ടി പറ്റുന്നത്? ലോ വോളിയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ബട്ട് എന്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും യൂറോ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഏരിയാസിൽ നോക്കുക, ഇവിടെ വന്ന് ട്രേഡ് പ്ലേസ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കമ്മീഷൻസും കാര്യങ്ങളും ഉണ്ട്. ഓൾമോസ്റ്റ് വൺ കോൺട്രാക്ടിന് 4 USD സംതിങ് ആയിട്ടാണ് വരുന്നത്. GC അതായത് ഗോൾഡിൽ കുറച്ചും കൂടി കുറവാണ്. ഓൾമോസ്റ്റ് 2 1.5 സംതിങ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്യൂച്ചേഴ്സ് ഈസി ആണ് വെച്ച് കഴിഞ്ഞാൽ ഈസി ആണ്. സെക്കൻഡ് വൺ നമുക്ക് ആ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കുക എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ബേസ് ചെയ്തിട്ട് പൊസിഷൻസ് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഡെയിലി ഡ്രോഡൗണും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഒരു റിവേഴ്സ് പൊസിഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് അവിടെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് നമ്മൾ പേഴ്സിനെ കുറിച്ചിട്ട്, ഗോൾഡിനെ കുറിച്ചിട്ടും യൂറോനെ കുറിച്ചും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് മൊമെന്റം വരുന്ന സമയത്ത് എത്രയാണ് നമുക്ക് അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരിക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ ആ ഒരു പൊസിഷൻസ് കറക്റ്റ് ആയിട്ട് എടുക്കണം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ക്ലീൻ ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അക്കൗണ്ട് പാസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്റെ ഈ അക്കൗണ്ട് മെയിൻ ആയിട്ട് ഡോഡോണിലേക്ക് പോകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രേഡ് ആണ്. ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രേഡുകൾ പ്ലേസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ഞാനിത് ഗാംബിൾ ചെയ്ത് പാസ് ചെയ്യണം അങ്ങനെയല്ല നോക്കിയിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഫസ്റ്റ് തൊട്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നുണ്ടാകാം എന്റെ സ്ട്രാറ്റജീസ്, അതേപോലെ തന്നെ മറ്റ് സ്കാൽപ്പിംഗ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്റെ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് കിട്ടിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ നോർമലി എങ്ങനെയാണോ ട്രേഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം രീതിയിൽ സെയിം പെയറിലേക്ക് വന്നിട്ട് നീ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഞാൻ നോക്കുന്നുണ്ടാകാം. ഇനി ചെറിയൊരു ബഫറും കൂടി ഉണ്ട് ലോസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം, അത് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഒരു 2 3 ട്രേഡ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബാലൻസും കാര്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇൻ കേസ് ഈ ഒരു അക്കൗണ്ട് ലോസ്റ്റ് ആയാലാണെങ്കിൽ വേറെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. കോപ്പി ട്രേഡ് ചെയ്യാനുള്ള പ്ലാനുകളാണ് ഉള്ളത്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് 50K ഫ്ലെക്സ് അക്കൗണ്ട് ആണ്.
അത് ഞാൻ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഒരുപാട് റെഫറൻസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലൂസറിലേക്ക് എത്തിയതും ഈ ഒരു ട്രേഡ്സിലേക്കെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് എന്റെ ആ ഒരു വ്യൂസും കാര്യങ്ങളൊന്നും തെറ്റിയില്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് കടക്കുന്നതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്രത്തോളം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പേ ഔട്ട് ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. നമുക്ക് ടാർഗറ്റ് ആയിട്ട് ആ ഒരു 6% അച്ചീവ് ചെയ്യലാണെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഫണ്ടഡ് അക്കൗണ്ടിൽ 5 ഡേയ്സ് പ്രോഫിറ്റബിൾ ആയിട്ട് ഉണ്ടാകണം. 5 ഡേയ്സ് പ്രോഫിറ്റബിൾ ആയിട്ട് ഈ ഒരു അക്കൗണ്ടിൽ $150 വെച്ച് മേക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ഔട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മിനിമം $500 നമ്മൾ പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് വിഡ്രോസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ടെലഗ്രാം ചാനൽ ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നിങ്ങൾക്ക് അതേപോലെ തന്നെ ലൂസിന്റെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൂസിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഇപ്പം ക്രോമിലേക്കെല്ലാം പോയിട്ട് സെർച്ച് ചെയ്യലാണെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.